IBSന്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. NACL അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ AO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2005 ജൂലൈ 3 ആണ്. ഈ ഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ട അവസാന തീയതി. നമുക്കറിയാം ബാങ്ക് ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എക്സാംസിന്റെ എല്ലാം സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഇൻഷുറൻസ് രണ്ട് മേഖലയിലെ എക്സാംസ് എല്ലാം എഴുതാൻ പറ്റും. ബാങ്കിന്റെ പ്രിലിംസ് എക്സാമിനേഷൻ ആണെങ്കിൽ ഇവിടെ ഫേസ് 1 എക്സാമിനേഷൻ ആണ് പറയുന്നത്. 2005 ജൂലൈ 20 ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ടെൻറ്റേറ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് 2025 ഓഗസ്റ്റ് 31. അപ്പോൾ നമുക്കൊരു IBPSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത ഈ എക്സാമിനുണ്ട്. ഓഫീസർ സ്കെയിൽ 1 ജേർണലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലേക്ക് വന്നേക്കുന്ന ടോട്ടൽ വേക്കൻസി 266 ആണ്. നമുക്കിനി ആ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ കാണാം. സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിക്ക് വന്നേക്കുന്നത് ഡോക്ടർ, ലീഗൽ ഓഫീസർ, ഫിനാൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ, അങ്ങനെ 5 കാറ്റഗറിയാണ്. ഡോക്ടേഴ്സ് 10 വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലീഗൽ ഓഫീസർ അല്ലെങ്കിൽ ലോ ഓഫീസേഴ്സിന് 20 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻസിന് 20, ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 20, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിന് 20 വേക്കൻസിയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ വിളിക്കാനുള്ള ബാക്ക്ലോഗ്സ് ഉള്ളത് എന്താണ്? ഡോക്ടേഴ്സിന്റെ 4, ഫിനാൻസ് 1, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് 1, ടോട്ടൽ 96 വേക്കൻസീസ് ആണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് 170 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വേണ്ടി 68, OBCക്ക് 47, SCക്ക് 26, STക്ക് 12, EWSന് 17. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 266 ആണ്. സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് 96, ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് 170 വേക്കൻസിയുമാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. സർവീസ് കണ്ടീഷൻസ് പറയുന്നത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം കമ്പനിക്കുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിങ്ങും ട്രാൻസ്ഫറും പ്രതീക്ഷിക്കാം. പിന്നീട് പറയുന്നത് മിനിമം സ്റ്റേ അറ്റ് ദ ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വിൽ ബി 5 years. ആദ്യം നിങ്ങൾക്ക് എവിടെ ആണ് പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ 5 വർഷം മിനിമം സർവീസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊബേഷൻ 1 year ആണ് പ്രൊബേഷൻ പീരീഡ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഗ്യാരണ്ടി ബോണ്ട്. ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു ഗിവ് ആൻ അണ്ടർടേക്കിംഗ് ടു സെർവ് ദ കമ്പനി ഫോർ എ മിനിമം പീരീഡ് ഓഫ് 4 years ഇൻക്ലൂഡിംഗ് പ്രൊബേഷൻ പീരീഡ്. ഗ്യാരണ്ടി ബോണ്ട് പറഞ്ഞിരിക്കുന്നത് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് 4 വർഷം മിനിമം അവിടെ വർക്ക് ചെയ്തിരിക്കണം. പ്രൊബേഷൻ പീരീഡ് ഉൾപ്പെടെയാണ് 4 വർഷം പറഞ്ഞിട്ടുള്ളത്. ഇനി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഈ ബോണ്ട് സമയത്ത് അല്ലെങ്കിൽ അവർ റിസൈൻ ചെയ്താലുള്ള ഒരു പ്രശ്നം നോക്കി, ദേ വിൽ ബി ലയബിൾ ടു പേ ലിക്വിഡേറ്റഡ് ഡാമേജ് ഇക്വലന്റ് ടു ദ 1 year's ഗ്രോസ് സാലറി പേ ടു ദം ഡ്യൂറിംഗ് ദ ഇയർ ഓഫ് പ്രൊബേഷൻ. ഈ 4 വർഷത്തെ ബോണ്ടിനുള്ളിൽ റിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ പ്രൊബേഷൻ ബില്ലിൽ കൊടുത്തിരുന്ന 1 വർഷത്തെ ഗ്രോസ് സാലറി അവർ കെട്ടിവെക്കേണ്ടി വരും. അടുത്ത ക്വാളിഫിക്കേഷൻ നോക്കാം. ഓരോ കാറ്റഗറിയും ഡിമാൻഡ് ചെയ്യുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം. ഇപ്പോൾ ഡോക്ടേഴ്സ് MBBS, MD, MS ഓർ PG മെഡിക്കൽ ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലീഗൽ അല്ലെങ്കിൽ ലോ ഓഫീസേഴ്സ് ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ, ഒന്നുകിൽ LLB വേണം അല്ലെങ്കിൽ LLM വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 60% പാസ് മാർക്കോട് കൂടി വേണം ഇത് പാസ്സാവാൻ. SC/ST കാറ്റഗറിക്ക് 55% മാർക്ക് മതി. അത് ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അപ്ലൈ ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടൻസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BCom, MCom. ഇത് തന്നെ ഇവിടെ BCom, MCom പറഞ്ഞേക്കുന്നത് 60% മാർക്ക് അഗ്രിഗേറ്റ് വേണം, ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്ക് വേണം. അല്ലെങ്കിൽ എന്താണ് നിങ്ങളിപ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പോൾ PG ആണെങ്കിൽ PGക്ക് 60% വേണം, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിക്ക് 60% മാർക്ക് വേണം. അറ്റ്ലീസ്റ്റ് 55% ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. പിന്നെ വന്ന ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BTech, MTech വേണം, അല്ലെങ്കിൽ BE, ME വേണം. അതർവൈസ് MCA വേണം. അടുത്തത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ BE, BTech, ME, MTech ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ BEയോ BTechോ ME, MTechോ ഏത് സ്ട്രീമിൽ പഠിച്ചവരായാലും അതിൻ്റെ കൂടെ നിങ്ങൾ എന്താണ് 1 year ഡ്യൂറേഷനുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നത് ജേർണലിസ്റ്റ് ഓഫീസേഴ്സ്. നമുക്കറിയാം ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് നമുക്ക് ഏത് സ്ട്രീമിൽ പഠിച്ചവർക്ക് എന്താണ് ഗ്രാജുവേഷൻ പഠിച്ചവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും എന്താണ് അഗ്രിഗേറ്റ് മാർക്ക് 60% വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SC/STക്ക് ഇവിടെയും 55% മാർക്ക് മതി. അടുത്ത ഏജ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം നമുക്ക്. മിനിമം ഏജ് 21 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സുമാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടി പറഞ്ഞേക്കുന്നത്. SC/STക്ക് 5 വർഷവും, OBCക്ക് 3 വർഷവും, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് 5 വർഷവും റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ് സർവീസ്മാൻ്റെ ഒക്കെ റിലാക്സേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്. ആദ്യം വരുന്നത് എന്താണ്? പാർട്ട് എയിൽ വരുന്ന ഓൺലൈൻ എക്സാമിനേഷനാണ്. ഓൺലൈൻ എക്സാമിനേഷൻ 2 ആണ്, ഫേസ് 1ഉം ഫേസ് 2. ഫേസ് 1 നോക്കാം. നമുക്ക് എൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സാധാരണ IBPSൻ്റെ ഒക്കെ പ്രിലിംസിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്, 20 മിനിറ്റ്.
റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്. ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. ടോട്ടൽ 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നമ്മുടെ ആദ്യത്തെ പരീക്ഷ നടക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ മെയിൻസ് എക്സാമിനേഷൻ ജേർണലിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള മെയിൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് 50 ചോദ്യങ്ങൾ 50 മാർക്ക് 40 മിനിറ്റ് ആണ് പരീക്ഷയുടെ സ്പെഷ്യൽ ടൈം തന്നേക്കുന്നത്. പിന്നെ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ 50 ചോദ്യങ്ങൾ 50 മാർക്ക് അവിടെ 40 മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ജനറൽ അവയർനെസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസുമായിട്ട് ഉൾപ്പെടുത്തിയ കറണ്ട് അഫയേഴ്സ് സ്കൂളിൽ പഠിക്കുക. ജനറൽ അവയർനെസ്സിൽ വന്നേക്കുന്ന 50 ചോദ്യങ്ങൾ 50 മാർക്ക് 30 മിനിറ്റ്. കമ്പ്യൂട്ടർ നോളജ് നമുക്ക് സാധാരണ RRB എക്സാമുകൾക്കാണ് കമ്പ്യൂട്ടർ ഡയറക്റ്റ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെയും നമുക്ക് എന്താണ് 50 ചോദ്യങ്ങളുണ്ട്, 50 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതമാണ്. 30 മിനിറ്റ് ആണ് സ്പെഷ്യൽ ടൈം തന്നേക്കുന്നത്. പിന്നീട് നമുക്ക് എന്താണ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യങ്ങൾ 50 മാർക്ക് 40 മിനിറ്റ്. ടോട്ടൽ 250 മാർക്കാണ് മെയിൻസിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ജേർണലിസ്റ്റ് പോസ്റ്റിൽ വന്നേക്കുന്നത്. ഇനി നമുക്ക് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് നോക്കാം. ടെസ്റ്റ് ഓഫ് റീസണിംഗ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 35 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 30 മിനിറ്റ്. ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 20 മിനിറ്റ്. ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 25 മിനിറ്റ്. ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 35 മിനിറ്റ്. ഇവിടെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമുള്ള അവരുടെ പ്രൊഫഷണൽ നോളജ് ആവശ്യമുള്ള ഒരു പേപ്പറോടുണ്ട്. അത് 50 ചോദ്യങ്ങളാണ്, 50 മാർക്കാണ്, 35 മിനിറ്റ്. അവിടെയും ടോട്ടൽ 250 ചോദ്യങ്ങൾ 250 മാർക്കാണ്. പിന്നെന്താണ് ഈ മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫേസ് 2 എക്സാമിനേഷനിൽ എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കൂടെ ഉണ്ട്. അത് 30 മിനിറ്റ് ആണ് പരീക്ഷ, 30 മാർക്കാണ്. ഇവിടെ നമുക്ക് essay 10 മാർക്കിന് ചോദിക്കാം. പ്രിസൈസ് റൈറ്റിംഗ് 10 മാർക്കുണ്ട്. കോമ്പ്രിഹെൻഷൻ്റെ 10 മാർക്കും ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ വരുന്ന സിലബസ്. ഇത്രയാണ് നമ്മുടെ ഈ എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. പിന്നീട് വരുന്നത് പാർട്ട് ബി. ഈ എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് വരുന്നത് എന്താണ് ഇൻ്റർവ്യൂ ആണ്. നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫേസ് 2 എക്സാമിനേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അവർ ഇൻ്റർവ്യൂ ക്ഷണിക്കും. ഇൻ്റർവ്യൂ ക്ഷണിക്കുന്ന കോൾ ലെറ്ററിലായിരിക്കും എന്താണ് നിങ്ങളുടെ പ്ലേസ് ഓഫ് അല്ലെങ്കിൽ വെന്യൂ ഓഫ് ഇൻ്റർവ്യൂ അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കാം. കർണാടകയിൽ ബംഗളൂരു, ഹൂബ്ലി അല്ലെങ്കിൽ ധാർവാഡ്, ബാംഗ്ലൂർ, മൈസൂർ. കേരളത്തിലാണെങ്കിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്. തമിഴ്നാട് ചെന്നൈ, കോയമ്പത്തൂർ, മധുര. ഇത്രയാണ് ഫേസ് 1 എക്സാമിനേഷന് നമുക്ക് തൊട്ടടുത്ത നമ്മുടെ സ്റ്റേറ്റ്സുകളിലും കേരളത്തിലുമായിട്ട് വരുന്ന സെൻറ്റേഴ്സ്. ഇനി ഫേസ് 2 എക്സാമിനേഷൻ കേരളത്തിൽ ഒരു സെൻറ്ററേ ഉള്ളൂ, എറണാകുളമാണ്, ഒരു സ്ഥലമേ ഉള്ളൂ. കർണാടക ആണെങ്കിൽ ബംഗളൂരു, തമിഴ്നാടാണെങ്കിൽ ചെന്നൈ. അടുത്ത ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. SC/ST 280 ജനറൽ കാറ്റഗറിക്ക് 1000 ആപ്ലിക്കേഷൻ ഫീസ്. ഇതാണ് NACLAയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഏറ്റവും വലിയ പ്രത്യേകത ബാങ്കിൻ്റെ അതേ സിലബസ് തന്നെയാണ് നമുക്ക് എക്സാം നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട്, ഈ ജനറൽ അവയർനെസ് ടോപ്പിക്കിൽ ഇൻഷുറൻസിൻ്റെ കുറേ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പോൾ ഒറ്റ സിലബസിൽ തന്നെ നിങ്ങൾക്ക് നിരവധി ബാങ്ക് ഇൻഷുറൻസ് എക്സാംസ് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട. അപ്ലൈ ഫാസ്റ്റ് ആൻഡ് പ്രിപ്പയർ.